ഈ വിദ്വേഷവും വെറുപ്പും അതുപോലെ തന്നെ വിരോധങ്ങളും പറയുമ്പോൾ അതിന് മറുപടിയായി മറുവശത്തു നിന്ന് പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ശക്തമായ ഏറ്റുമുട്ടലുകളും ഉരസലുകളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതത് സമുദായത്തിനും സമൂഹത്തിനും ഉള്ളിൽ നിന്ന് തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കും അനാവശ്യങ്ങൾക്കുമുള്ള തിരുത്തലുകൾ ഉണ്ടായാൽ ഈ പറയുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല. അവർ ഈ ബന്ധം സ്ഥാപിക്കുന്നതും അവർ പലതുമൊക്കെ ചെയ്യുന്നതുമൊന്നും വെറുതെയല്ല. അവർക്ക് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോഴും അവരുടെ വ്യാപാരങ്ങളിൽ, കച്ചവടങ്ങളിൽ, അവരുടെ രഹസ്യബന്ധങ്ങളിലൊക്കെ എല്ലാ ജാതി മതസ്ഥരുമായി വളരെ അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല, അത് മറ്റൊരു തരത്തിലാണ് പറയുന്നത്. ഇതിനെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് അതത് സമൂഹങ്ങൾക്കുള്ളിൽ നിന്നാണ്. അവർ അതിന് തണലൊരുക്കി കൊടുക്കുകയും അല്ലെങ്കിൽ അതിന് വളം വെച്ച് കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കൈയടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ചാമ്പ്യന്മാർ ആളിക്കത്തുന്നത്. അതിനു പകരം മറുപടി പറയാൻ മനുഷ്യർ മുന്നോട്ട് വന്നാൽ ഇതെല്ലാം അവസാനിക്കുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടു. മൂവാറ്റുപുഴയുള്ള അച്ചായത്തി എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ PC ജോർജിന് മറുപടി കൊടുക്കുന്നത്. 24 വയസ്സ് പ്രായം നിശ്ചയിച്ച് എല്ലാവരെയും സമയത്തിനകത്ത് കെട്ടിച്ചു വിടാൻ ശ്രമിക്കുന്ന PC ജോർജ് അച്ചാച്ചനോട് ആ സഹോദരി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രസക്തമായൊരു ചോദ്യമാണ്, അതിൻ്റെ സമീപത്ത് തന്നെയുള്ള ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കൂടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതിൻ്റെ സാഹചര്യം ഉൾപ്പെടെ അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഇരകളായി മാറുന്നത് ഈ വീടുകളിലെ ഇവനൊക്കെ കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളും സ്ത്രീകളും അത്തരം ആളുകളുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ സമൂഹത്തെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കേണ്ടതിന് പകരം ഇയാൾ ആരുവാ ഇത് തീരുമാനിക്കാൻ എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്. അത് വളരെ ഭംഗ്യന്തരേണ ഈ മൂവാറ്റുപുഴ ശൈലിയിൽ തന്നെ വളരെ കൃത്യമായി ജോർജിനോട് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ ഈ സമൂഹത്തിലുള്ള ആളുകൾ തയ്യാറായാൽ ഈ പറയുന്ന വിഷയങ്ങൾ ഒരു പരിധിവരെ ഒന്നുമല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതിയാവും. ആ തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കണ്ടപ്പോൾ ഇതിലൂടെ പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. ഏതായാലും ആ യൂട്യൂബ് വിൻഡോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണേണ്ടതാണ്. കാരണം നല്ല കൃത്യവും വ്യക്തവുമാണ് ആ സഹോദരിയുടെ മറുപടി.